അപ്പോൾ തഞ്ചാവൂർ പാർട്ട് 3. റൂമിലെത്തിയപ്പോൾ തന്നെ ഒരു ഉറക്കം അങ്ങോട്ട് പാസ്സാക്കിയതിന് ശേഷം നമ്മളിതാ ഫ്രഷായിട്ട് തഞ്ചാവൂർ കാണാൻ ഇറങ്ങി. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്ര ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഓട്ടോയൊന്നും പിടിക്കാൻ നിന്നില്ല. നടരാജയിൽ ഇതേ തഞ്ചാവൂർ പാലസിലെത്തി. അയ്യവാ, എന്താ ഒരു ഭംഗി നോക്കിക്കേ. കലയും സാഹിത്യവും ചരിത്രപരവും സാംസ്കാരികപരവുമായി വലിയ പ്രാധാന്യമുള്ളൊരു കെട്ടിട സമുച്ചയമാണ് തഞ്ചാവൂർ കൊട്ടാരം. ഇത്രയേറെ പഴക്കമുള്ള കൊട്ടാരമായിട്ട് പോലും അതിൻ്റെ ഒരു ഭംഗിക്കും ഒരു കുറവില്ലെന്നുള്ളതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയത്. എന്നെ ആകർഷിച്ച ഒരുപാട് കാര്യങ്ങളിലൊന്നായിരുന്നു ഈ തഞ്ചാവൂർ പെയിൻറ്റിങ്സ്. ചിലപ്പോൾ നമ്മൾക്കത് പഠിക്കാനുള്ളത് കൊണ്ടായിരിക്കാം. അതൊക്കെ കണ്ടുവരുമ്പോഴാണ് ഇതെൻ്റെ കണ്ണിൽ വിടുന്നത്. ഇങ്ങറ്റം തൊട്ട് അങ്ങറ്റം വരെ നോക്കിയിട്ടും എനിക്ക് ആദ്യം എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കൊഞ്ചാണെന്നൊക്കെ അങ്ങ് പറഞ്ഞു വെച്ചു മനസ്സിൽ. അത് കഴിഞ്ഞപ്പോഴാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടത്. അതൊരു വെയിലിൻ്റെ ബോണാണ്, തിമിംഗലത്തിൻ്റെ. അപ്പം അതൊക്കെ കണ്ട് നമ്മളിതാ ഇങ്ങനെ, എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷമമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കിയാണ് നിങ്ങൾ ഈ കണ്ടത്. ഒറ്റയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പം ഇങ്ങനെ വേണമെന്നൊക്കെ ഇരിക്കും, അതാരും ശ്രദ്ധിക്കുന്നില്ല. കാരണം ഇത്ര ദൂരം വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ വേണ്ടേ. അപ്പം ഞാൻ എന്താ സ്വന്തമായിട്ട് ഫോണൊക്കെ വെച്ചിട്ട് റീലൊക്കെ എടുക്കുന്നുണ്ട്. അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഡാൻസിൻ്റെ ഭാഗമായിട്ട് പഠിച്ച കുറേ കാര്യങ്ങൾ, തഞ്ചാവൂർ ബേസ് ചെയ്ത് കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും എൻ്റെ കണ്ണുകളെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്ന രീതിയിലായിരുന്നു അവിടുത്തെ ഓരോരോ കാര്യങ്ങളും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നായകന്മാരുടെ ദർബാർ ഹാളാണ്. നായക രാജാക്കന്മാർ ഈ ദർബാർ ഹാളിൽ നിന്നും പൊതുജനങ്ങളെ കാണുകയും ഭരണകാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അറിവുള്ളവരെയും കലാകാരന്മാരെയും ആദരിക്കുകയും ചെയ്യുന്നുവെന്ന് ചരിത്രം പറയുന്നു. ഈ ഹാളിൻ്റെ ചുമരുകളിൽ ദൈവിക കഥാപാത്രങ്ങൾ, പുരാണ കഥകൾ, വീരരായ രാജാക്കന്മാരുടെ ചിത്രങ്ങൾ വരച്ചത് കാണാം. എല്ലാം എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. അടുത്തത് അങ്ങനെ ഏറെ കാണാനിരുന്നത് നടരാജ മണ്ഡപം. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ശിവന്റെ നടരാജ രൂപം അഥവാ നാട്യശിവനായ ശില്പങ്ങളാലും ചിത്രങ്ങളാലും പ്രസിദ്ധമാണ് തഞ്ചാവൂരിലെ നടരാജ മണ്ഡപം. ഈ നടരാജ മണ്ഡപത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയമായ ഒരു അന്തരീക്ഷമാണ്. അതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്കും നമ്മൾ വേറെ ഏതോ ഒരു ലോകത്താണെന്ന് പോലെ നമുക്ക് തോന്നിപ്പോകും. പിന്നീട് പണ്ടുകാലത്ത് നിരീക്ഷണ ഗോപുരങ്ങളാണ് അവിടെ കാണാൻ കയറിയത്. പക്ഷെ അവിടെ ഓരോരുത്തരുടെ ഐലവ്യൊക്കെയാണ് ഞാൻ കണ്ടത്. ഇത്ര കേട്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്ഷീണമൊക്കെ ആയില്ലേ? എനിക്കും കുറച്ച് ക്ഷീണമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ടാവാം ബാക്കി കഥ. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് വരാം.